Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ബാങ്ക് റോബറി, ബാങ്ക് കവർച്ച. ബാങ്കിലൊരു കൊള്ള നടത്തി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. ചാലക്കുടി നേറ്റീവ് ട്രാപ്ഡ്. ട്രാപ്പ് എന്നാൽ ഇവിടെ അകപ്പെടുക എന്നുള്ള അർത്ഥമാണ്, പിടിയിലാവുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. ഇവിടെ ഇത് ഇങ്ങനെ വായിക്കണം: ചാലക്കുടി നേറ്റീവ് വാസ് ട്രാപ്ഡ്. ഒരു ചാലക്കുടി സ്വദേശി, നേറ്റീവ് എന്നാൽ സ്വദേശി, ചാലക്കുടി സ്വദേശി പിടിയിലായി ബൈ കോപ്സ്. കോപ്സ് എന്നാൽ പോലീസ് എന്നുള്ള അർത്ഥമാണ്. പോലീസുകാരാൽ പിടിയിലായി. പോലീസുകാർ ഈ ചാലക്കുടി സ്വദേശിയെ പിടികൂടി. ആഫ്റ്റർ 2 days, 2 ദിവസത്തിന് ശേഷമാണ് പോലീസുകാർ ഈ ചാലക്കുടി സ്വദേശിയെ, ഈ ബാങ്ക് കവർച്ച നടത്തിയിട്ടുള്ള ചാലക്കുടി സ്വദേശിയെ പിടികൂടിയത്. എക്സ്ട്രാവഗൻ്റ് എന്നാൽ അമിതമായ എന്നുള്ള അർത്ഥം, അതിരുകവിഞ്ഞ, ഇതൊക്കെയാണ് അർത്ഥം. എക്സ്ട്രാവഗൻ്റ് ലൈഫ് സ്റ്റൈൽ, വളരെ അമിതമായിട്ട് പണം ചിലവാക്കുന്ന, ദൂർത്തടിച്ച് പണം ചിലവാക്കുന്ന ജീവിത രീതി, അതാണ് അർത്ഥം. എക്സ്ട്രാവഗൻ്റ് ലൈഫ് സ്റ്റൈൽ, അത്തരത്തിലുള്ള ജീവിത രീതി. ബ്ലെയിംഡ് ഫോർ ക്രൈം, അതിൻ്റെ കാരണം ഇവിടെ കുറ്റപ്പെടുത്തുക, അധിക്ഷേപിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. പഴിക്കുക, ഇതൊക്കെയാണ് ബ്ലെയിം എന്നതിനർത്ഥം. അദ്ദേഹത്തെ ഈ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത് എന്താണ്? ആ കാരണം അദ്ദേഹത്തിൻ്റെ അമിതമായിട്ടുള്ള പണം ചിലവാക്കുന്ന രീതി, അദ്ദേഹത്തിൻ്റെ അമിതമായിട്ട് പണം ആഡംബരമായിട്ട് ചിലവഴിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയാണ് അദ്ദേഹത്തെ ഈ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത്. ചാലക്കുടി. ദി അക്യൂസ്ഡ്, പ്രതി, ഹു റോബ്ഡ് ₹15 lakh, 15 ലക്ഷം രൂപ കൊള്ളയടിച്ച പ്രതി, ഫ്രം എ ബാങ്ക് ഇൻ ചാലക്കുടി, വാസ് അറസ്റ്റഡ് ഓൺ സൺഡേ ഈവനിങ് എന്നാൽ ഞായറാഴ്ച വൈകുന്നേരം. വാസ് അറസ്റ്റഡ് എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ഈ പ്രതിയെ 15 ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച ദിവസം വൈകുന്നേരം. റിജോ ആൻ്റണി എന്നാണ് പേര്. എ നേറ്റീവ് ഓഫ് ആശാരിപ്പാറ സ്വദേശിയാണ് ഇദ്ദേഹം, ഈ റിജോ ആൻ്റണി. വാസ് അറസ്റ്റഡ്, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഇതാണ് പറയപ്പെടുന്നത്, ദാറ്റ് ഹി കൺഫസ്ഡ് ടു ദ ക്രൈം. കൺഫസ് എന്നാൽ കുറ്റം സമ്മതിക്കുക എന്നുള്ള അർത്ഥം, കുറ്റം ഏറ്റുപറയുക. അദ്ദേഹം കുറ്റം ഏറ്റുപറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമാണ്. അതാണ് അദ്ദേഹം കുറ്റം സമ്മതിച്ചിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. റിജോ ഈസ് റിപ്പോർട്ടഡ് ടു ഹാവ് ടോൾഡ് പോലീസ് ടു ഹാവ് കമ്മിറ്റഡ് ദ ക്രൈം ടു പേ ഓഫ് ഹിസ് ഡെറ്റ്സ്. പേ ഓഫ് എന്നാൽ അർത്ഥം കൊടുത്തു തീർക്കുക എന്നുള്ള അർത്ഥം, കടം കൊടുത്തു തീർക്കുക, ഇതാണ് അർത്ഥം പേ ഓഫ്. റിജോ ഈസ് റിപ്പോർട്ടഡ് ടു ഹാവ് ടോൾഡ് പോലീസ്, റിജോ പോലീസിനോട് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തു. ടു ഹാവ് കമ്മിറ്റഡ് ദ ക്രൈം ടു പേ ഓഫ് ഹിസ് ഡെറ്റ്സ്. ഡെറ്റ് എന്നാൽ കടം എന്നുള്ള അർത്ഥം, ഡെറ്റ്സ് എന്നാൽ കടങ്ങൾ. ഇവിടെ ബി സൈലൻ്റ് ആയിരിക്കും, ഡെറ്റ് എന്നാണ് വായിക്കുക. റിജോ ഈ കുറ്റകൃത്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കടങ്ങൾ കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. റിജോ ഇങ്ങനെ പറഞ്ഞു പോലീസിനോട്, റിജോ ഈ കുറ്റകൃത്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കടങ്ങൾ കൊടുത്തു തീർക്കാൻ വേണ്ടിയാണ്. പോലീസ് സീസ് എന്നാൽ പിടികൂടുക എന്നുള്ള അർത്ഥമാണ്. പോലീസ് സീസ്ഡ്, പോലീസ് പിടിച്ചെടുത്തു ₹10 lakh, 10 ലക്ഷം രൂപ പോലീസ് പിടിച്ചെടുത്തു. ഫ്രം ദി അക്യൂസ്ഡ്, പ്രതിയുടെ പക്കൽ നിന്നും 10 ലക്ഷം രൂപ പോലീസ് പിടിച്ചെടുത്തു. ലാസ്റ്റ് ഡേ, കഴിഞ്ഞ ദിവസം. ദി എംപ്ലോയി എന്നാൽ തൊഴിലാളികൾ എന്നുള്ള അർത്ഥമാണ്, ജീവനക്കാർ, ഉദ്യോഗസ്ഥർ, ഇതൊക്കെയാണ് അർത്ഥം. ദി എംപ്ലോയീസ്, ജോലിക്കാർ, വേർ ഹെൽഡ് ഹോസ്റ്റേജ്. ഹോൾഡ് ഹോസ്റ്റേജ് എന്നതിൻ്റെ പാസ്റ്റാണ് ഹെൽഡ് ഹോസ്റ്റേജ്.
ഹോൾഡ് ഹോസ്റ്റേജ് എന്നാൽ അർത്ഥം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ ബലം പ്രയോഗിച്ച് തടവിൽ ആക്കുക എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടോ അങ്ങനെയൊക്കെ ആളുകളെ തടവിലാക്കുക. ദി എംപ്ലോയീസ് വേർ ഹെൽഡ് ഹോസ്റ്റേജ്. ആ തൊഴിലാളികളെ തടവിലാക്കി എങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അവരെ തടവിലാക്കി അതാണ് അർത്ഥം. ദി എംപ്ലോയീസ് വേർ ഹെൽഡ് ഹോസ്റ്റേജ്. അറ്റ് ദ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് ഇൻ ചാലക്കുടി പോട്ട. ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചിൻ്റെ ഒരു ശാഖയുണ്ട് ചാലക്കുടി പോട്ട. അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെയുള്ള ഉദ്യോഗസ്ഥരെയാണ് തടവിലാക്കിയത്. ആസ് ദി അക്യൂസ്ഡ് ബാർജ്ഡ് ഇൻ ടു ദ ബാങ്ക് ഡ്യൂറിങ് നൂൺ അവേഴ്സ്. നൂൺ അവേഴ്സ് എന്നാൽ ഉച്ച സമയം എന്നുള്ള അർത്ഥമാണ്. ബാർജ് എന്നാൽ അതിക്രമിച്ചു കടക്കുക എന്നുള്ള അർത്ഥമാണ്. ദി അക്യൂസ്ഡ് പ്രതി ബാർജ്ഡ് ഇൻ ടു അദ്ദേഹം അതിക്രമിച്ചു കടന്നു ഇൻ ടു ദ ബാങ്ക് ബാങ്കിനുള്ളിലേക്ക് ഡ്യൂറിങ് നൂൺ അവേഴ്സ് ഉച്ച സമയത്ത് ഈ പ്രതി ഈ ബാങ്കിനുള്ളിലേക്ക് അതിക്രമിച്ചു കടന്നു. അങ്ങനെ അതിക്രമിച്ചു കടന്നാണ് അദ്ദേഹം ഈ ഫെഡറൽ ബാങ്ക് ഉദ്യോഗസ്ഥരെ ജോലിക്കാരെ തടവിലാക്കിയത്. ദ റോബറി വാസ് ക്യാരിഡ് ഔട്ട്. ക്യാരി ഔട്ട് എന്നാൽ നിർവഹിക്കുക എന്നാണ് അർത്ഥം. ദ റോബറി വാസ് ക്യാരിഡ് ഔട്ട്. ഈ കവർച്ച നിർവഹിക്കപ്പെട്ടു വിത്തൗട്ട് ഇല്ലാതെ, വിത്തൗട്ട് എനി യൂസ് ഓഫ് ഫോഴ്സ്. ഫോഴ്സ് എന്നാൽ ബലപ്രയോഗം എന്നുള്ള അർത്ഥമാണ്. ഒരു ബലപ്രയോഗവും ഇല്ലാതെയാണ് ഈ കവർച്ച നിർവഹിച്ചത് അങ്ങനെയാണ്, യാതൊരു ബലപ്രയോഗവും ഇല്ലാതെ. ദോ എന്നാൽ എങ്കിലും എന്നുള്ള അർത്ഥമാണ്. ദോ ദർ വർ 7 എംപ്ലോയീസ് ഇൻ ദ ബാങ്ക്. ആ ബാങ്കിൽ 7 ജീവനക്കാർ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു ബലപ്രയോഗവും കൂടാതെയാണ് ഈ റോബറി, ഈ കവർച്ച നിർവഹിക്കപ്പെട്ടത്. അങ്ങനെയാണ് ആ ബാങ്കിൽ 7 ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു, 7 ജീവനക്കാർ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു ബലപ്രയോഗവും കൂടാതെയാണ് ഈ റോബറി നിർവഹിച്ചത്. ദി അക്യൂസ്ഡ് പ്രതി സ്മാഷ്ഡ്. സ്മാഷ് എന്നാൽ അർത്ഥം ഉടയ്ക്കുക എന്നാണ് അർത്ഥം. ദി അക്യൂസ്ഡ് സ്മാഷ്ഡ് പ്രതി ഉടച്ചു ദ ഗ്ലാസ് ബാരിയർ. ഗ്ലാസ് ബാരിയർ എന്നാൽ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വേലി. ആ ഗ്ലാസിൻ്റെ വേലി ഈ പ്രതി ഉടച്ചു. അറ്റ് ദ കൗണ്ടർ ആ കൗണ്ടറിലുള്ള ഗ്ലാസിൻ്റെ ബാരിയർ. പക്ഷേ ഫെയിൽഡ് ടു ടേക്ക് ദ മണി. ഫെയിൽഡ് എന്നാൽ നിഷ്ഫലമായി എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം ആ ഗ്ലാസ് ബാരിയർ ഉടച്ച് ആ പണം എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് പരാജയപ്പെട്ടു, അത് നിഷ്ഫലമായി. അദ്ദേഹം അതിനുശേഷം ബ്രോക്ക് ഉടച്ചു ദ കബേർഡ് എന്നാൽ ചുവരലമാര എന്നാണ് അർത്ഥം. അദ്ദേഹം ആ ചുമരലമാര അതിനുശേഷം തകർത്തു. നിയർ ബൈ അടുത്തുള്ള ആ ചുമരലമാര അദ്ദേഹം തകർത്തു. ആൻഡ് ഫിൽഡ് അതിനുശേഷം അദ്ദേഹം നിറച്ചു ഹിസ് ബാഗ്സ് അദ്ദേഹത്തിൻ്റെ ബാഗുകൾ അദ്ദേഹം നിറച്ചു. വിത്ത് ക്യാഷ് പണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാഗുകൾ അതിനുശേഷം നിറച്ചു. അദ്ദേഹം ആ ചുമരലമാര അദ്ദേഹം തകർത്തു, അടുത്തുള്ള ചുമരലമാര. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബാഗുകൾ പണം കൊണ്ട് നിറച്ചു. ദ ഫാക്ട് ദാറ്റ് വസ്തുത അതാണ്. ദാറ്റ് ദ റോബറി ടുക്ക് പ്ലേസ് ഡ്യൂറിങ് നൂൺ അവേഴ്സ് ഉച്ച സമയത്താണ് ഈ കവർച്ച നടന്നത്. അതാണ് ഇതിൽ ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, പരമമായിട്ടുള്ള ഒരു സത്യം അതാണ്. ഈ സംഭവം നടന്നത് ഉച്ച സമയത്താണ്. എക്സാക്ട്ലി കൃത്യമായും. വെൻ ദ എംപ്ലോയീസ് വെൻ ഫോർ ലഞ്ച് ആ ബാങ്കിലെ ജോലിക്കാർ ഭക്ഷണം കഴിക്കാൻ പോയി, ഉച്ചയൂണ് കഴിക്കാൻ പോയി. ആ സമയത്താണ് ഈ റോബറി നടന്നത്. പീക്ഡ് ദ ക്യൂരിയോസിറ്റി ഓഫ് പോലീസ് ഇതിനർത്ഥം പോലീസിൻ്റെ ആകാംക്ഷയെ ഉണർത്തി എന്നുള്ള അർത്ഥമാണ്. പോലീസിൻ്റെ കുശാലതയെ കൊഴുപ്പിച്ചു. ഒരു സംഭവമോ ഒരു വ്യക്തിയോ പോലീസിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന്
വ്യക്തമാക്കുന്നു. അതിനുപയോഗിക്കുന്ന ഒരു പദമാണിത്. ഈ അസാധാരണമായിട്ടുള്ള പ്രവൃത്തി പോലീസിൻ്റെ കുശാലതയെ ഉണർത്തി. ഇറ്റ് വാസ് ദസ് അസ്യൂംഡ്. ഇപ്രകാരം ഈ സംഗതി, ഈ കുറ്റകൃത്യം എന്തായി അനുമാനിച്ച് കുറ്റകൃത്യത്തെ പറ്റി ഇങ്ങനെ ഊഹിച്ചു. എന്താണത്? ദി അക്യൂസ്ഡ് വാസ് സംവൺ വിത്ത് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വർക്കിംഗ് പാറ്റേൺ ഓഫ് ദിസ് ബാങ്ക്. ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് ആ പ്രതി എങ്ങനെയുള്ള പ്രതിയാണ്? അറിയാവുന്ന ഒരു വ്യക്തിയാണ്. സംവൺ എന്നാൽ ഒരു വ്യക്തി. വിത്ത് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വർക്കിംഗ് പാറ്റേൺ ഓഫ് ദിസ് ബാങ്ക്. ഈ ബാങ്കിൻ്റെ ഇതിൻ്റെ ജോലി സമയത്തെ പറ്റിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിവുള്ള ഒരു കുറ്റവാളിയാണ്, അറിവുള്ള പ്രതിയാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് എന്ന് ഊഹിക്കപ്പെട്ടു. ദി അക്യൂസ്ഡ് അറൈവ്ഡ് ഓൺ TVS സ്കൂട്ടർ. ഒരു TVS സ്കൂട്ടറിലാണ് ഈ പ്രതി എത്തിയത്. ഡിസ്പൈറ്റ് ഹാവിങ് ₹45 lakh. ഡിസ്പൈറ്റ് എന്നാൽ എന്നിട്ട് പോലും എന്നുള്ള അർത്ഥമാണ്. ഡിസ്പൈറ്റ് ഹാവിങ് ഉണ്ടായിട്ടും ₹45 lakh ഇൻ ദ ക്യാഷ് കൗണ്ടർ. ക്യാഷ് കൗണ്ടറിൽ 45 ലക്ഷം രൂപ ഉണ്ടായിട്ടും ഹി ഓൺലി ടുക്ക് ₹15 lakh. 15 ലക്ഷം രൂപ മാത്രമാണ് അദ്ദേഹം എടുത്തത്. ആ ക്യാഷ് കൗണ്ടറിൽ 45 ലക്ഷം രൂപ ഉണ്ടായിട്ട് പോലും. ഇൻ ദി ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണത്തിൽ, ഇറ്റ് വാസ് ഫൗണ്ട്, കണ്ടെത്തി, ദാറ്റ് ദ റോബറി ടുക്ക് പ്ലേസ് വിത്തിൻ ജസ്റ്റ് 2 minutes. 2 മിനിറ്റ്, കേവലം 2 മിനിറ്റുകൾക്കുള്ളിലാണ് ഈ റോബറി, ഈ കവർച്ച നടത്തിയത് എന്ന് കണ്ടെത്തി. അന്വേഷണത്തിൽ അത് കണ്ടെത്തി. വെറും 2 മിനിറ്റിനുള്ളിലാണ് ഈ കവർച്ച നടത്തിയത്. അക്കോർഡിംഗ് ടു ദ CCTV ഫൂട്ടേജ്. CCTV ഫൂട്ടേജിൽ, ദൃശ്യത്തിൽ കണ്ടത് പ്രകാരം ദ തീഫ് കെയിം വെയറിംഗ് എ ഹെൽമെറ്റ്. തീഫ് എന്നാൽ കള്ളൻ, വെയറിംഗ് എന്നാൽ ധരിച്ചുകൊണ്ട്. ഒരു ഹെൽമെറ്റ് ധരിച്ചുകൊണ്ടാണ് ആ കള്ളൻ വന്നത്. CCTVയിൽ കണ്ടത് പ്രകാരമുള്ള അറിവാണ്. എങ്ങനെയാണ് അദ്ദേഹം വന്നത്? ഒരു ഹെൽമെറ്റ് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. ജാക്കറ്റ് ആൻഡ് ഗ്ലൗസ്. ജാക്കറ്റുമുണ്ട്, അതുപോലെ ഗ്ലൗസുകളും അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. ഗ്ലൗ എന്നാൽ കയ്യുറ. ഓൺ എ സ്കൂട്ടർ, ഒരു സ്കൂട്ടറിലാണ് വന്നിട്ടുള്ളത്. വിത്ത് ദ നമ്പർ പ്ലേറ്റ് കെപ്റ്റ് ഹിഡൻ. ആ നമ്പർ പ്ലേറ്റ്, സ്കൂട്ടറിൻ്റെ നമ്പർ പ്ലേറ്റ് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ്, അത് മറയ്ക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലാണ് CCTVയിൽ കാണുന്നത്. അദ്ദേഹം ഒരു ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്, അതുപോലെ ജാക്കറ്റുകളും അതുപോലെ ഗ്ലൗസുകളും അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് CCTVയിൽ കാണാൻ സാധിക്കുന്നത്. പ്രിലിമിനറി റിപ്പോർട്ട്സ് സജസ്റ്റ് ദാറ്റ് ദ എക്സ്ട്രാവഗന്റ് ലൈഫ് സ്റ്റൈൽ ഓഫ് റിജോ പേവ്ഡ് ദ വേ ഫോർ ഹിസ് ഡെത്ത്സ്. പേവ്ഡ് ദ വേ എന്നാൽ വഴിയൊരുക്കുക എന്നുള്ള അർത്ഥം. അതിൻ്റെ പാസ്റ്റാണ് പേവ്ഡ് ദ വേ. അത് വഴിയൊരുക്കി. എക്സ്ട്രാവഗന്റ് ലൈഫ് സ്റ്റൈൽ എന്നാൽ ആഡംബരമായിട്ടുള്ള ജീവിത രീതി. പ്രിലിമിനറി എന്നാൽ പ്രാഥമികമായ എന്നുള്ള അർത്ഥമാണ്. പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ആഡംബരമായിട്ടുള്ള തോതിലുള്ള ജീവിത രീതി, അമിതമായിട്ടുള്ള പണം ചിലവഴിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത രീതി. ആ ജീവിത രീതിയാണ് അദ്ദേഹത്തിൻ്റെ കടങ്ങളിലേക്ക് വഴി ഒരുക്കിയത്. റിജോസ് വൈഫ്, റിജോയുടെ ഭാര്യ. ഹു വർക്ക്സ് അബ്രോഡ്. അബ്രോഡ് എന്നാൽ വിദേശം എന്നുള്ള അർത്ഥമാണ്. വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന റിജോയുടെ ഭാര്യ. മേക്സ് എ ഡീസൻറ്റ് പേയ്മെൻറ്റ് ടു ഹിസ് അക്കൗണ്ട് എവറി മന്ത്. വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ ഭാര്യ പണം അയക്കുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന റിജോയുടെ ഭാര്യ. ഓൺ ദി അതർ ഹാൻഡ്, നേരെ മറിച്ച്, റിജോ വിൽ ഇൻഡൾജ്. ഇൻഡൾജ് എന്നാൽ അർത്ഥം വിനോദിക്കുക, രസിക്കുക, ഇഷ്ടത്തിന് വഴങ്ങുക, ഇതൊക്കെയാണ് അർത്ഥം. ഇഷ്ടം സാധിപ്പിച്ചു സന്തോഷിക്കുക. ഇൻ എക്സ്ട്രാവഗൻസ്,
എക്സ്ട്രാവഗൻസ് എന്നാൽ ധാരാളിത്തം. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളിലേക്ക് എല്ലാ മാസവും പണം അയക്കുന്നു. എന്നാൽ നേരെ മറിച്ച് അദ്ദേഹം അമിതമായിട്ട് പണം ചിലവഴിക്കുകയും ചെയ്യുന്നു. അമിതമായി പണം ചിലവഴിച്ച് ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നു. ആൻഡ് എക്സോസ്റ്റ് ദ ഹോൾ സം ഇൻ ജസ്റ്റ് ഡേയ്സ്. എക്സോസ്റ്റ് എന്നാൽ ഇവിടെ അർത്ഥം തീർത്തു കളയുക എന്നുള്ള അർത്ഥമാണ്. ഹോൾ സം എന്നാൽ പൂർണ്ണ തുക എന്നുള്ള അർത്ഥമാണ്. മൊത്തത്തിലുള്ള തുകയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം അമിതമായിട്ട് പണം ചിലവഴിച്ച് രസിച്ചുകൊണ്ട് അദ്ദേഹം ചിലവഴിച്ച് തീർക്കുകയും ചെയ്യുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എല്ലാ മാസവും പണം അയക്കുകയും ചെയ്യുന്നു. ആ പണം അദ്ദേഹം വളരെ ദൂർത്തടിച്ച് രസിച്ച് ജീവിതം ചിലവഴിച്ച് എല്ലാ പണവും അയച്ചു തന്നിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള തുകയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നശിപ്പിക്കുകയും ചെയ്യുന്നു.